Good morning everyone. Today I came here to say a few words about CT scan. Computer tomography scan is a medical imaging procedure that uses X-rays and computer to create detailed cross-section images of the inside of the body. These scans are used to diagnose disease, plan treatments and monitor conditions by providing detailed views of bones, organs and tissues. During the scan, a patient lies on a table that moves through a large ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നവംബർ 8 ലോക റേഡിയോഗ്രഫി ദിനം. വൈദ്യശാസ്ത്രത്തിന് ഒരു പുത്തൻ വെളിച്ചം നൽകിയ എക്സ്റേയുടെ കണ്ടുപിടുത്തം നടന്ന ഈ ദിനം ആരോഗ്യരംഗത്ത് റേഡിയോഗ്രാഫർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സംഭാവനകളെ ആദരിക്കുന്നുള്ളതാണ്. 1895 നവംബർ 8-നാണ് ജർമ്മൻ ശാസ്ത്രജ്ഞനായ വിൽഹം കോൺറാഡ് റോൺജൻ എക്സ്റേ കിരണങ്ങൾ കണ്ടുപിടിച്ചത്. മനുഷ്യ ശരീരത്തിൻ്റെ Good afternoon everyone. Today we celebrate World Radiology Day on occasion to honor indispensable role of radiology and radiographers in modern healthcare. This day commemorates the discovery of X-ray by William Röntgen on November 8, 1895, a groundbreaking achievement that fundamentally changed medical diagnosis and treatment. Radiographers are highly skilled professionals who perform. Good afternoon to all. നവംബർ 8 ലോക റേഡിയോളജി ദിനമായി ലോകമെങ്ങും ആഘോഷിക്കുകയാണ്. വില്യം കൊണാർഡ് റോൺസൺ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ 1895 നവംബർ 8-ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയിൽ വൈദ്യുതിയുടെ സഞ്ചാരപാതയെക്കുറിച്ച് മർദ്ദം കുറഞ്ഞ സൂക്ഷ്മമായ ഒരു കുഴലിലൂടെ നിരീക്ഷിക്കുകയായിരുന്നു. അതിനോട് ചേർത്ത് വെച്ച ഒരു പേപ്പറിൽ ലഭിച്ച ഫ്ലൂറസെൻ്റ് ചിത്രങ്ങൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഇന്ന് എന്തോന്നാണ് നമ്മൾ ഈ സെലിബ്രേറ്റ് ചെയ്യുന്നത്? റേഡിയോളജി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷവും നിങ്ങൾ അതിനേക്കാളും ഗംഭീരമായിട്ട് ഈ വർഷവും നിങ്ങൾ ചെയ്തു. ഒരുപാട് താങ്ക്സ് ഉണ്ട് ചെയ്തതിന്. ഇന്നത്തെ ഈ ദിവസത്തിന് പ്രത്യേകിച്ച് നിങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനോട് അടുത്ത വർഷം ഇതിനേക്കാളും ഗംഭീരമായിട്ട് നിങ്ങൾ ഫ്രഷസ് സ്റ്റുഡൻസ് ഇത് ചെയ്യണം കേട്ടോ. ചെയ്യോ? ചെയ്യും. അപ്പോൾ ഇന്ന് വേൾഡ് റേഡിയോളജി ഡേ അല്ലേ? അപ്പോൾ റേഡിയോളജിക്ക് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എല്ലാ വർഷവും പ്രോഗ്രാംസ് ചെയ്യുന്നതാണ്. ഈ വർഷവും നന്നായിട്ട് തന്നെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാംസ് എല്ലാം ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യമേ കൺഗ്രാറ്റ്സ് പറയുന്നു. അപ്പോൾ ഈ വർഷം വന്ന കുട്ടികൾ അടുത്ത വർഷം വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്ത് പ്രോഗ്രാംസ് ചെയ്യാനും മറ്റ് ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ മറ്റ് സ്റ്റുഡൻസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങളിത് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇന്നും നിങ്ങളത് ചെയ്യുന്നു. അതിൽ വളരെ സന്തോഷം. ഇപ്പം നമുക്ക് പുതിയ കുട്ടികൾ വന്നിട്ടുണ്ടല്ലേ? നമുക്കറിയാം, ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് എക്സ്റേയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന എന്തിനെ പറ്റിയാണ്? റേഡിയേഷൻ. അതെന്താ അങ്ങനെ ഒരു പേടി? നമ്മൾ എക്സ്റേ എടുക്കാൻ വേണ്ടി കയറുമ്പോൾ മാത്രമാണോ നമ്മൾ റേഡിയേഷൻ എക്സ്പോസ്ഡ് ആവുന്നത്? അല്ല, പിന്നെ എങ്ങനെയാണ്? നാച്ചുറലി അങ്ങനെ ഉണ്ടാവാറുണ്ട്.